സംസ്ഥാനത്തെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ മറുപടി ആവശ്യപ്പെട്ട് രാജസ്ഥാൻ സർക്കാരിന് ഔദ്യോഗിക നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ജയ്പൂർ കാത്തലിക് വെൽഫെയർ സൊസൈറ്റി സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്. രാജസ്ഥാൻ പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയസ് ആക്ട് 2025 ചോദ്യം ചെയ്യുന്ന ഹർജിക്കാർ നിയമത്തിന് നിയമനിർമ്മാണപരമായ അധികാരത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഭരണഘടനാപരമായ പരിധിക്കപ്പുറമുള്ള അമിതമായ വ്യവസ്ഥകളുമുണ്ടെന്ന് വാദിച്ചു. സംസ്ഥാനത്തോട് 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുവാൻ നിർദ്ദേശിച്ച കോടതി മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ മതപരിവർത്തന നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഹർജികളുടെ കൂട്ടത്തിലേക്ക് ഈ കേസും ഉൾപ്പെടുത്തുകയും ചെയ്തു. വ്യാജ മതനിന്ന ആരോപണത്തിന്റെ മറവിൽ പാകിസ്ഥാനിൽ തടവനുഭവിച്ചു വരികയായിരുന്ന ക്രൈസ്തവ വിശ്വാസിക്ക് ഒടുവിൽ മോചനം. 2023 ജൂണിൽ മതനിന്ന ആരോപിച്ച തടങ്കലിലാക്കിയ ഹാരൂൺ ഷഹ്സാദ് എന്ന 49-കാരനാണ് ഒടുവിൽ മോചനം ലഭിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഹാരൂൺ ഷഹ്സാദ് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് പാകിസ്ഥാനിലെ സർഗോദയ്ക്കടുത്തുള്ള ഗ്രാമത്തിലെ ഇസ്ലാം മത വിശ്വാസിയായ ഒരാൾ രംഗത്ത് വന്നത്. ഇയാൾ മതനിന്ന ആരോപണം ഉന്നയിച്ചതോടെ ക്രൈസ്തവ വിശ്വാസിയായ ഹാരൂൺ അറസ്റ്റിലാവുകയായിരുന്നു. പെറുവിൽ 2014 മുതൽ 2023 വരെ ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായി സേവനമനുഷ്ഠിച്ചിരുന്ന ലയോ 14 മാർപ്പാപ്പയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. സ്നേഹം, പ്രത്യാശ, ഐക്യം എന്നീ സന്ദേശങ്ങളുടെ സൂചകമായാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 1/2 ടൺ ഭാരവും 5 മീറ്റർ ഉയരവുമുള്ള ഈ വെളുത്ത പ്രതിമ ഫൈബർ ഗ്ലാസും റെസിനും ഉപയോഗിച്ച് കലാകാരനായ ജുവാൻ കാർലോസ് നാനാക്കയും മറ്റ്6 കലാകാരന്മാരും ചേർന്ന് 3 മാസമെടുത്താണ് പൂർത്തിയാക്കിയത്. കുമ്പസാരിപ്പിക്കുവാനും ആത്മീയ മാർഗനിർദ്ദേശത്തിനുമായി ജീവിതം സമർപ്പിച്ച ഇറ്റാലിയൻ വൈദികൻ ഫാദർ കാർമലോ ഡി പാൽമ വാഴ്ത്തപ്പെട്ട പദവി. വൈദികന്റെ സാക്ഷ്യം ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ സേവനത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുവാൻ വൈദികരെ പ്രോത്സാഹിപ്പിക്കട്ടെയെന്ന് ലയോ പാപ്പ പറഞ്ഞു. നവംബർ 15 ശനിയാഴ്ച ഇറ്റലിയിലെ ബാരി നഗരത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടെ കുമ്പസാരക്കൂട്ടിലെ നായകൻ എന്നറിയപ്പെടുന്ന ഫാദർ കാർമലോ ഡി പാൽമയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയായിരുന്നു. രാവും പകലുമില്ലാതെ കുമ്പസാരത്തിനും ആത്മീയ സഹായത്തിനും ജീവിതം സമർപ്പിച്ച അദ്ദേഹം 1961 നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. നാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ സംരക്ഷകരാണെന്ന് ലിയോ 14 പാപ്പ. ബ്രസീലിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയായിരുന്നു ലിയോ പാപ്പയുടെ വീഡിയോ സന്ദേശം. വാക്കുകളല്ല പ്രവൃത്തികളാണ് വേണ്ടതെന്നും സഹകരിച്ചു പ്രവർത്തിച്ചാൽ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഇനിയും വൈകിട്ടില്ലെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം കാരണം 1/3 ആളുകൾ കടുത്ത ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിൽ ആഗോള താപനില 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിർത്തുവാൻ ഇനിയും സമയമുണ്ടെങ്കിലും ആ സാധ്യത കുറഞ്ഞു വരികയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു.